എൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളത് ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസാണ്. സിസ്റ്ററുമായിട്ട് ഒരുപാട് വർഷത്തെ ബന്ധം കാസൂക്ഷിക്കുന്ന MP കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ സിസ്റ്ററുമായിട്ടുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ഓർമ്മകൾ നമ്മളുമായി ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ്. സിസ്റ്റർ ഒരു സന്യാസിനി എന്നുള്ള നിലയിൽ ഏറ്റവും വിജയിച്ച ഒരാളാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എൻ്റെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ഒരു 10-12 വർഷത്തിലധികമായി സിസ്റ്ററുമായിട്ട് ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റർ എന്നെ തേടി പിടിക്കുകയായിരുന്നു എന്ന ഒരു രീതിയാണ് എൻ്റെ ഒരു അനുഭവം. ആ ഒരു നിലയിൽ വ്യക്തിപരമായി എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു ഹേസലെറ്റ് സിസ്റ്റർ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയോളം ആ ഒരു തരത്തിൽ തന്നെ ഞാൻ വളരെ വികാരപരമായിട്ടാണ് സിസ്റ്ററുടെ ഈ വിയോഗത്തെ വിലയിരുത്തുന്നത്. അത്രത്തോളം, കാരണം ഒരു അമ്മയ്ക്ക് തുല്യമായ ഒരു സ്നേഹം സിസ്റ്റർ എനിക്ക് നൽകിയിട്ടുണ്ട്. പ്രാർത്ഥനയുടെ ഒരാളായിരുന്നു. എനിക്ക് വേണ്ടി ഒരുപക്ഷെ എൻ്റെ അമ്മയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ച ഒരു വ്യക്തി കൂടിയായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഞാൻ വിചാരിക്കുമ്പോൾ എന്നെപ്പോലെ ചിന്തിക്കുന്ന ധാരാളം ആളുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളൂ. കാരണം ധാരാളം ആളുകളെ അതിന് ശേഷം ഞാൻ കാണുമ്പോൾ, കാരണം സിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു വലിയൊരു വൃന്ദം ആളുകളെ പല വേദികളിലായിട്ട് കാണാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ മനസ്സ് തുറക്കുമ്പോഴും ഇതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയൊരു അവസ്ഥയിൽ സിസ്റ്ററുടെ ദേഹവിയോഗം, മരണമുണ്ടാകും എന്നൊന്നും നമ്മൾക്ക് എന്താ പറയുക, സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു അനുശോചനം സിസ്റ്ററെ കുറിച്ച് പറയുക എന്നൊക്കെ പറയുന്നത് എത്രയോ വേദനാജനകമാണ്. കാരണം അതൊക്കെ നമ്മളിങ്ങനെ സത്യത്തിൽ ഈ കാര്യങ്ങൾ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ എല്ലാം നിയന്ത്രണം വിട്ടുപോവാണ്. ഒരു വേളയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രയാസമുണ്ടായ സമയത്തുൾപ്പെടെ നേരിട്ട് വന്ന് ഇടപെട്ട് ആ ഒരു നിലയിൽ തന്നെ പ്രാർത്ഥിക്കുകയും ആ ഒരു നിലയിൽ വലിയ അഡ്വൈസ് നൽകിക്കൊണ്ട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലൊക്കെ തന്നെ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് കേവലം ഒരു സന്യാസിനി, ഒരു കന്യകാസ്ത്രീ എന്നുള്ള നിലയിൽ സിസ്റ്ററുടെ മരണത്തെ വിലയിരുത്തിയ പോരാ എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. സിസ്റ്റർ പ്രവർത്തിച്ച എല്ലാ മേഖലയിലും ഉള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ഇത് താങ്ങാനാവാത്ത ഒരു വിയോഗം തന്നെയാണ്. പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സ്കൂളുകളിലെ കുട്ടികൾ മുതൽ അവിടുത്തെ അധ്യാപകർ, സ്റ്റാഫ് അംഗങ്ങൾ എന്ന് വേണ്ട നാട്ടുകാരായിട്ടുള്ള ഒരു സ്ഥലത്ത് സിസ്റ്റർ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാരുമായി ഇഴുകിച്ചേരുന്ന ഒരു പ്രകൃതമായിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റെടുത്ത എല്ലാ ദൗത്യവും വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. കൂടുതലും പ്രാർത്ഥനാ ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടോ അവിടെ ആർക്കെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിച്ചറിഞ്ഞ് ആ ഒരു രീതിയിൽ മുന്നോട്ട് പോയിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും അവസാനമായി ഞാൻ സംസാരിച്ചത് 2 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ 2 ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിക്കുമ്പോഴും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുള്ളത്. ഹൈ റേഞ്ച് മേഖലയിൽ വളരെ പന്തലിച്ച് കിടക്കുന്ന വലിയ ബന്ധങ്ങൾ, അവിടുത്തെ ഓരോ പ്രയാസങ്ങൾ, ഇതൊക്കെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് അവിടെ ജനിച്ചു വളർന്ന ആ ഒരു നിലയിലുള്ള അനുഭവ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാടുമായി ഏറ്റവും ഒഴുകിച്ചേർന്ന് പ്രവർത്തിച്ച് വളരെ ചുരുങ്ങിയൊരു കാലയളവ്, 56 വയസ്സ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും ചെറിയൊരു പ്രായമാണ്. ഇനിയും ഏറെ കാര്യങ്ങളൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്യാനൊക്കെ കഴിയുമായിരുന്നു. ഏതായാലും വിധി പോലെ സിസ്റ്റർ ഇവിടെ പറഞ്ഞിരിക്കുന്നു. വേർപാട് വ്യക്തി ജീവിതത്തിൽ എനിക്ക് ഏറ്റവും താങ്ങാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിട്ടാണ്.